എന്തുകൊണ്ടൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം ആത്മീയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന വിചാരമൊന്നും ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് പ്രകൃതി ജീവനത്തിലേക്ക് വരണം എന്നുള്ളൊരു ചോദ്യം ഇന്ന് നിലനിൽക്കുന്ന, ലോകം കീഴടക്കിയിരിക്കുന്ന അലോപ്പതി വൈദ്യശാസ്ത്രം പൈശാചികമാണ്. കൊതുക് കുത്തിയപ്പോൾ രോഗം വന്നു. ആന കുത്തിയ കഷ്ടകാലത്തിന്റെ നേരമാണെങ്കിൽ ആള് ചത്തുപോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് കൊതുക് കുത്തിയാൽ ചാകുന്ന രീതിയിലിരിക്കണം. മനുഷ്യനെ കുറിച്ച് എന്ത് പറയാനാ? ഈ കൊതുകോ പാറ്റയോ പല്ലിയോ എലിയോ ഒന്നുമല്ല നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അവയൊക്കെ രോഗം മാറ്റാനുള്ളവയാണ്. ഇപ്പൊ കുറേ നുണ വന്നു. കുറേ നുണയുടെ പേരിൽ എന്തായിരുന്നു 2019, 2020 കേരളത്തിലെ മരണം 30,000 മരണം കുറഞ്ഞു. 30,000 മരണം കുറഞ്ഞു ഒരു കൊല്ലം. എവിടെയൊക്കെ ഡോക്ടർമാർ നീണ്ടു നിൽക്കുന്ന സമരം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ജനങ്ങളുടെ, രോഗികളുടെ മരണം കുറഞ്ഞിട്ടുണ്ട്. നിന്റെ ശരീരത്തിന് ചേരാത്ത, ആരോഗ്യം ശക്തിപ്പെടുത്താത്ത ഏത് ഭക്ഷണപാനീയവും നടപടിയും. പാല് കുടിച്ചാൽ ചിലർക്കൊരു കുഴപ്പമുണ്ടാവാറില്ല. പക്ഷേ പാല് കുടിക്കുന്ന 65% അധികം ആളുകൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് തന്നെയുണ്ട്. പാല് കഴിച്ചാൽ, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മളൊരു ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ നീരുവീഴ്ച ഉണ്ടാകുന്നു, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. ആ ഭക്ഷണം നമ്മുടെ ഭക്ഷണമല്ല. നിന്റെ ഭക്ഷണമായിരിക്കാം, പക്ഷെ എൻ്റെ ഭക്ഷണമല്ല. അങ്ങനെയുണ്ട്. 4 പേര് ഒരു ഭക്ഷണം, ഒരേ ഭക്ഷണം തന്നെ കഴിച്ചാൽ 4 പേർക്കും നന്നാവണമെന്നില്ല. നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഏത് ഭക്ഷണമാണ് എൻ്റെ ഭക്ഷണം എന്ന് നോക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളിൽ ചിലർ എന്ത് ചികിത്സ നമ്മുടെ ചെയ്തിട്ടും മാറാതെ വരുമ്പോൾ നമ്മൾ അവരുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. ശാസ്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാതെ, നമ്മളാരും ശാസ്ത്രത്തിനെതിരല്ല. മനുഷ്യൻ്റെ ഏത് വളർച്ചയും നമുക്ക് കൂടി ഉപയോഗപ്പെടേണ്ടതാണ്. 10,000 രൂപ വിലയുള്ള ഒരു ലാബ് ടെസ്റ്റാണ് ഫുഡ് ഇൻടോളറൻസ് ലാബ് ടെസ്റ്റ്. അപ്പം അതിൽ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ഒരു 10-250 ഭക്ഷണ സാധനങ്ങളിൽ നിന്റെ ശരീരത്തിന് ചേരാത്തത് ഏതൊക്കെയാണ്. അപ്പോൾ ചിലർക്ക് കശുവണ്ടി പരിപ്പായിരിക്കും, ചിലർക്ക് ഓറഞ്ച് ചേരില്ല. നമ്മൾ പ്രകൃതിയിൽ ഓറഞ്ച് നല്ലതാണെന്നുകൊണ്ട് ഓറഞ്ച് കൊടുത്തുകൊണ്ട് രോഗം മാറ്റാൻ നോക്കി അവിടെ നടക്കില്ല. അപ്പോൾ ആ തരത്തിൽ കഴിക്കുന്ന ഓരോ ഭക്ഷണവും എനിക്കെന്ത് ചെയ്യുന്നു, എൻ്റെ ശരീരത്തിൽ ലയിച്ച് ചേരുന്നുണ്ടോ. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ പ്രമേഹം തുടങ്ങിയുള്ള രോഗസാധ്യതകളിൽ മരുന്നുകളാണ്. പനിക്കും ജലദോഷത്തിനും തലവേദനയ്ക്കും ഒക്കെ കഴിക്കുന്ന മരുന്നുകളാണ് പലരുടെ യൂട്രസ് പ്രൊലാപ്സിന്, ഫൈബ്രോയിഡിന്, സിസ്റ്റിന്. അപ്പോൾ വീക്ക്നെസ് ഉണ്ടാക്കുന്നത്, ശരീരം വീക്കാക്കുന്നത് തെറ്റായ ആഹാരപാനീയങ്ങൾ. വീക്കായ ശരീരത്തിലെ ഒരു അവയവം ശരിക്ക് പ്രവർത്തിക്കാതെ വരുമ്പോൾ അത് രോഗമാണെന്ന് കരുതും. പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ നന്നായിട്ടുണ്ടായി ഷുഗർ ലെവല് നേരെ ചൊവ്വെ സ്വീകരിക്കാവുന്ന രീതിയിലാക്കണമെങ്കിൽ പാൻക്രിയാസ് ഹെൽത്തി ആയിരിക്കണം. അൺഹെൽത്തിയായ, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ്റെ പാൻക്രിയാസ് മാത്രം ആരോഗ്യമായിട്ട് പ്രവർത്തിക്കുമോ? ആരോഗ്യമില്ലാത്ത ഒരാളുടെ പാൻക്രിയാസ് നല്ല ഇൻസുലിൻ ഉണ്ടാക്കുമോ കുട്ടിയെ? ഇല്ല. അപ്പം അത് പ്രമേഹം എന്ന് പേരിട്ട് ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കും. എന്തൊരു വിഡ്ഢിത്തമാണ്, ശാസ്ത്രീയ വിഡ്ഢിത്തമാണ്. പ്രമേഹ രോഗിക്ക് ഷുഗർ കുറയ്ക്കലാണോ ചികിത്സ വേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ആണോ ചികിത്സ വേണ്ടത്? പാൻക്രിയാസ്, അതിനെ ശരിയാക്കലാവണം ചികിത്സ. പക്ഷെ നമ്മുടെ നാട്ടുകാർ മുഴുവൻ ആശുപത്രി പോയി ചെയ്യുന്ന ചികിത്സ ഷുഗർ കുറയ്ക്കുക, മെറ്റ്ഫോമിൻ, ഗ്ലൈസിഫേജ്, ഗ്ലൈനേസ്, മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. മരുന്ന് ഭരിക്കാതെ ആവുമ്പോൾ ഇൻസുലിൻ കുത്തിച്ചാകുക, സ്വയം കുത്തിച്ചാകുക. എടോ വിഡ്ഢിയായ, പഠിച്ച വിഡ്ഢി, ഡോക്ടറേറ്റ് എടുത്ത വിഡ്ഢി, നീ നിന്റെ പാൻക്രിയാസിനെ നന്നാക്കാൻ നോക്ക് ഈ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നതിന് പകരം. പാൻക്രിയാസിനെ എങ്ങനെ ശക്തിപ്പെടുത്തണേ? വജ്രാസനത്തിൽ ആഹാരം കഴിഞ്ഞ് 5-10 മിനിറ്റ് വജ്രാസനത്തിലിരുന്നാൽ പോരെ. അതിന് വജ്രാസനം എന്ന് പേര് കൊടുത്തിരിക്കുന്നത് എന്താ? വജ്രത്തിൻ്റെ ബലം അരക്കെട്ടിന് തരുന്നതാണ്, അരക്കെട്ടിലെ നാഡീഞരമ്പുകൾക്ക് നൽകുന്നതാണ് വജ്രാസനം. അവിടെ നിന്ന് നീ ശശാസനത്തിലേക്ക്, ഇസ്ലാമിക സുജൂദ് എന്ന് പറയും.
അവർ നിസ്കരിക്കാനിരിക്കുന്നത് ശശാസന നമ്മുടെ വജ്രാസനത്തിലാണ്. അവിടുന്ന് സുജൂദിലേക്ക് പോകുന്നത് ശശാസനത്തിലാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ അവർ തലയുടെ അടുത്തിങ്ങനെ കൈവെക്കും, അരക്കെട്ട് ഉയർത്തി അവർക്ക് നെറ്റിമുട്ടിക്കാം. പക്ഷേ ശശാസനത്തിലെ അരക്കെട്ട് നിലത്തിരിക്കണം, കാലപ്പുറത്തും ഇപ്പുറത്തും അരക്കെട്ട് നിലത്ത്, ചന്തി നിലത്ത് പതിഞ്ഞിരിക്കണം. അവിടെ നിന്ന് പൊങ്ങിപ്പോവാതെ തല മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ പുറത്ത് മുഖം സഹിതം വന്ന് വെക്കണം. ഈ ആസനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാവോ? നിങ്ങൾക്കൊരിക്കലും പ്രായാധിക്യം തോന്നില്ല, ക്ഷീണവും തളർച്ചയും ഉണ്ടാവില്ല. മുയല് ചാടി നടക്കണുണ്ടോ നീ? എന്തൊരു ചാട്ടാവൻ്റെ! എന്താ തിന്നണത്? കോഴി ബിരിയാണിയാ? മുയലെന്താ തിന്നണേ? ക്യാരറ്റ്. നട്ടല് ഈ പ്രായം ചെല്ലും തോറും ഒരു ചെറിയ കൂന് പൊക്കം കുറയും ആളുകൾക്ക്. നട്ടല് ഇങ്ങനെ ഇടിച്ചിടിച്ച് താഴും. ഭൂഗുരുത്വ ബലം കൊണ്ട് ആളുകൾക്ക് ഈ ശശാസനം ചെയ്യുന്ന ഒരാൾക്ക് അത് സാധിക്കില്ല. കാരണം നട്ടലിന്റെ കണ്ണികളുടെ അകലം കൃത്യമായിരുന്നാൽ മാത്രമേ അരക്കെട്ട് പൊങ്ങിപ്പോവാതെ നെറ്റി തറയിൽ മുട്ടിക്കാൻ പറ്റുള്ളൂ. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിൽ പ്രായത്തിൻ്റെതായ അവശതകൾ, അസ്ഥിയുടെ ചുരുക്കം മാത്രമല്ല, ഒരു തരത്തിലുള്ള ബലഹീനതയും വരില്ല. വജ്രാസനം ഒരിടത്ത്, ശശാസനം ഒരിടത്ത്, ഇനി വിപരീതകരണിയും കൂടെ ചെയ്യാമെങ്കിലോ? വൃദ്ധനെയും യുവാവാക്കും. പക്ഷെ 3 മണിക്കൂർ ചെയ്യണമെന്നാണ്. വൃദ്ധനെയും 3 മിനിറ്റെങ്കിൽ 3 മിനിറ്റ് ചെയ്ത് അത്രയും മെച്ചം കിട്ടും. സർവാംഗാസനത്തിലേക്ക് പോയാലോ? ഇനി നിങ്ങൾ വിശുദ്ധ ഭക്ഷണമാണ് കഴിക്കുന്നത്, ചിന്തകളെയും വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശീർഷാസനം ചെയ്യാം. ഏറ്റവും രക്തം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, ഇലക്ട്രിക് പവർ കൂടുതൽ ആവശ്യമുള്ളത്, പോഷകങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എവിടെയാണ്? ശരീരത്തിന്, തലച്ചോറിനാണ്. ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങളിൽ ഇലക്ട്രിസിറ്റിയിൽ നല്ലൊരു ഭാഗവും ചെലവഴിക്കുന്ന തലച്ചോറിലാണ്. ഒരു ദിവസം 6000 തുടങ്ങി 60,000 ചിന്തകളാണ് തലച്ചോറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ നല്ലൊരു ശതമാനവും ഒന്നിനും കൊള്ളാത്ത ചിന്തകളായിരിക്കും. ആ ചിന്തകളുടെ പുറകെയാണ് ഓടുന്നതെങ്കിൽ പെട്ടെന്ന് തോന്നി, അയ്യോ ഇന്നിപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, പാലക്കാട് ഉലുവമാള് വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയേക്കാം, അതിൻ്റെ പുറകെ പോവുകയാണ്. നിന്റെ ഉള്ളിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകളെ അവിടെ കടക്കാതെ അവിടെ ഇല്ലാതാക്കാൻ കൗരവന്മാരെ അവിടെ നിഗ്രഹിക്കണം. കൗരവന്മാര് നിന്റെ ചിന്തകളാണ്. അതിലെ ദുഷ്ചിന്തകൾ കൗരവന്മാരും, കുറച്ച് നല്ല ചിന്തകളെ വരുള്ളൂ, അത് അപകടത്തിന് വന്നു പോകുന്നത്, അത് പാണ്ഡവന്മാരുമാണ്. അതുകൊണ്ട് കൗരവന്മാരെ കൊല്ലാൻ നിനക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? നിനക്കതിനെ താലോലിക്കാൻ ഇഷ്ടമാണ്. നിന്റെ സന്താനങ്ങൾ തന്നെയാണ്, നിന്റെ ബന്ധുക്കൾ തന്നെയാണ്. അതുകൊണ്ട് രഹസ്യമായി ആരും അറിയില്ലല്ലോ, മനസ്സിൽ അതിനെ താലോലിക്കും. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സംജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശ ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശതി. ഗതികേടിലേക്ക് നീ അതോടെ ചെന്ന് വീഴും, അനാവശ്യ ചിന്തകളെ താലോലിക്കാൻ തുടങ്ങിയാൽ.